ഖത്തറിൽ ഹെലികോപ്റ്റർ കടലിൽ തകർന്നു വീണുണ്ടായ അപകടത്തിൽ 6 മരണം. അപകടത്തിൽ 6 പേർ കൊല്ലപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഒരാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. സാങ്കേതിക തകരാറാണ് അപകട കാരണം. വിവരങ്ങളുമായി അബ്ബാസ് ചേരുന്നുണ്ട്. അബ്ബാസ്, എപ്പോഴാണ് ഈ അപകടം? എന്താണ് അപകട കാരണം എന്നുള്ളത് വ്യക്തമാണോ? ഹരി, ഇന്ന് പുലർച്ചെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പ് ഇവിടുത്തെ പ്രതിരോധ മന്ത്രാലയം പങ്കുവച്ചിരുന്നത്. അത് പ്രകാരം ഇവിടുത്തെ സമുദ്രത്തിൽ ഈ ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഈ കോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് എന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിലുണ്ടായത്. ഇതിന് ഇപ്പോഴാണ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഇവിടുത്തെ ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് ഈ കോപ്റ്ററിൽ 7 പേരുണ്ടായിരുന്നു. ഇതിൽ 6 പേർ കൊല്ലപ്പെട്ടു. ഒരാൾക്കാരുടെ തെരച്ചിൽ തുടരുകയാണ് എന്ന് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഈ കോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് ഇരു മന്ത്രാലയങ്ങളുടെയും വാർത്താക്കുറിപ്പിൽ പറയുന്നത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും അതുപോലെ ആളുകളുടെ ജനങ്ങളോട് പുതിയ സാഹചര്യത്തിൽ ജാഗ്രതയോടെ ഇരിക്കാൻ കൂടി മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ ഈ ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെടുന്നുണ്ട്. ഹരി, അബ്ബാസ്, അതോടൊപ്പം ഈ ഹെലികോപ്റ്റർ ആരുടെ കീഴിൽ വരുന്നതാണെന്നുള്ളത് വ്യക്തതയുണ്ടോ? ഖത്തറിന്റെ തന്നെ ഹെലികോപ്റ്റർ ആണോ ഇത്? അതെ, ഇത് ഖത്തറിന്റെ തന്നെ ഖത്തർ സായുധ സേനയുടെ തന്നെ കോപ്റ്ററാണ്. ഈ കോപ്റ്ററുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇതിന്റെ പേര്, അതുമായി അനുബന്ധ വിവരങ്ങൾ ഒന്നും ഇവർ പങ്കുവച്ചിട്ടില്ല. ഹെലികോപ്റ്റർ ക്രാഷ് എന്നുള്ളത് മാത്രമാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഇത് ഇവിടുത്തെ ഖത്തറിന്റെ സമുദ്രത്തിലാണ്, സ്റ്റേറ്റിന്റെ കീഴിലുള്ള ഈ അധികാര പരിധിയിലുള്ള ഈ സമുദ്രത്തിലാണ് തകർന്നു വീഴുന്നതെന്ന് പറയുന്നു. എന്നാൽ ഏത് കോപ്റ്റർ, അതിന്റെ നമ്പറോ അതിന്റെ അതുപോലെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ ഒന്നും പുറത്തു പറഞ്ഞിട്ടില്ല. ഏതായാലും ഇങ്ങനൊരു അപകടം ഉണ്ടായി എന്ന് ഇന്ന് രാവിലെയാണ് അറിയിപ്പ് വന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇതിൽ 7 പേരുണ്ടായിരുന്നു. ഇതിൽ 6 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ളത് കൂടി ആഭ്യന്തര മന്ത്രാലയം വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഹരി.